ഈമാനോടെ മരിക്കുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഒരു യുദ്ധച്ചൂടിലാണ്, ലോകം മുഴുവൻ യുദ്ധച്ചൂടിലാണ്. അതിനെക്കുറിച്ച് 1-2 ഖുതുബ സംസാരിച്ചു. ആ ചൂട് നമ്മുടെ അടുക്കളയിലുണ്ട്, നമ്മുടെ തീന്മേശയിലുണ്ട്, നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട്, നമ്മുടെ നാട്ടിലും നഗരത്തിലും ഗ്രാമത്തിലും ടൗണുകളിലും ഷോപ്പുകളിലും ചെറിയ ചായക്കടകൾ മുതൽ സൂപ്പർ മാർക്കറ്റുകളിൽ വരെ എല്ലായിടങ്ങളിലും ആ യുദ്ധത്തിൻ്റെ ചൂട്, അതിൻ്റെ ചൂര്, അതിൻ്റെ വിഷമങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ നാടും ഒരു ഇലക്ഷൻ ചൂടിലായി, ഒരു വലിയ മത്സരച്ചൂട്, വലിയ വാശിയേറിയ ചൂടേറിയ ഇലക്ഷൻ. പക്ഷെ റിസൾട്ടിന്റെ ചൂട് ഇപ്പൊ തുടങ്ങി. ആര് ജയിക്കും, ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നൊക്കെ തുടങ്ങിയ ചർച്ചകളും, അത്തരം ചൂട്, ഇലക്ഷൻ ചൂട്, അതിന്റെ റിസൾട്ടിന്റെ ചൂട്, അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാവർക്കും ഉപരി ശരിക്കും നമ്മുടെ നാട്ടിൽ ഒരു ചൂടൻ കാലാവസ്ഥയാണ്, ഒരു വലിയ ചൂടുള്ള കാലാവസ്ഥയാണ്. ഇന്നിപ്പോ സാധാരണ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നത് മഴ പെയ്യുമ്പോഴാണ്. മഴ പെയ്യും, മഴ കൂടുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് പലപ്പോഴും അലർട്ടുകളെ കുറിച്ച്, റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോ നമ്മുടെയൊക്കെ കേരള പല പ്രദേശങ്ങളിലും യെല്ലോ അലർട്ടാണ്, ഓറഞ്ച് അലർട്ടാണ്. ചൂട് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 39-40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ട്. പാലക്കാടൻ പ്രദേശങ്ങളിലൊക്കെ വലിയ കത്തിക്കാളുന്ന ചൂടാണ്. അതൊരു സൂര്യാഘാതം പോലും പലരും ഏൽക്കുന്നുണ്ട്. അപ്പൊ സൂക്ഷിക്കണം. വലിയ ചൂടുള്ള സമയത്ത് നടക്കാനോ അല്ലെങ്കിൽ സൂര്യൻ വെയിൽ കൊള്ളരുത് എന്നൊക്കെ പറയുന്ന നിർദ്ദേശങ്ങൾ, വെള്ളം ധാരാളം കുടിക്കണം എന്നൊക്കെ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഈ വെയിൽ കാണുമ്പോൾ, ഈ ചൂട് കാണുമ്പോൾ, പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് അറബ് നാടുകളിലാണ്, ഹിജാസിന്റെ മണ്ണിലാണ്. അവിടെയൊക്കെ ഇതിനേക്കാൾ ചൂടുള്ള നാടാണ് അറബ് നാടുകൾ. ഈത്തപ്പഴം വിളയുന്ന നാടാണ്, മരുഭൂമികളുടെ നാടാണ്. അതുകൊണ്ട് നമ്മളെക്കാൾ ചൂടും നമ്മളെക്കാളും ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള നാടുകളാണ് അറബ് മുസ്ലിം നാടുകൾ. അതുകൊണ്ട് അവിടങ്ങളിൽ ഈ ചൂടിന് പറ്റുന്ന ഒരു ജീവിത രീതിയാണ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെയും ഉള്ളത്. ളുഹ്റൊക്കെ നമസ്കരിക്കുമ്പോൾ നല്ല ചൂടുള്ള സമയങ്ങളാകുമ്പോൾ ളുഹ്ർ അല്പം പിന്തിച്ചോളം പ്രവാചകൻ പറയുന്നത്, അബ്രിദു സ്വലാത്തുൽ ളുഹ്ർ ഫഇന്നഹാ മിൻ ഫൈഹി ജഹന്നം. നിങ്ങൾ ളുഹ്ർ അല്പം പിന്തിച്ച് നമസ്കരിച്ചോ. നല്ല ചൂടാണ് ളുഹ്റിന്റെ സമയത്ത്, സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയം. അപ്പൊ ചൂട് അല്പം കുറയുന്നത് അബ്രിദു സ്വലാത്തുൽ ളുഹ്ർ, ളുഹ്റിന്റെ നമസ്കാരം അല്പം നിങ്ങൾ തണുപ്പിച്ചോ. നല്ല ചൂടാണല്ലേ. ഫഇന്നഹു മിൻ ഫൈഹി ജഹന്നം. ഈ കാണുന്ന ചൂടുണ്ടല്ലോ, ഇത് ജഹന്നമിന്റെ, നരകത്തിന്റെ ഒരു നിശ്വാസം, നരകത്തിന്റെ ഒരു നിശ്വാസമാണ് ഈ കാണുന്ന ചൂട്. ഫഇന്നഹു മിൻ ഫൈഹി ജഹന്നം. നമ്മൾ ഈ കാണുന്ന ചൂട്, നമ്മളിപ്പോൾ ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലാണ്, എന്തൊരു വിയർപ്പാണ്, കഠിനമായ ചൂടാണ്. പലപ്പോഴും രാത്രികാലങ്ങളിലൊക്കെ ഇടയ്ക്ക് കറണ്ട് പോണ അവസ്ഥയൊക്കെ ഉണ്ട്, കിടക്കാനിടയില്ല, വല്ലാത്ത ചൂടും ചൂരൊക്കെ അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് കാണുമ്പോൾ, ഈ വെയിൽ കാണുമ്പോൾ, ഈ സൂര്യൻ കത്തിക്കാണുന്ന ചിത്രം കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് എന്തിനേയും ഏതിനേയും അവന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ജീവിതത്തിൽ ഈ വീടിന് ശേഷം മറ്റൊരു വീടുണ്ട്, മറ്റൊരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. തീർച്ചയായിട്ടും പരലോകമാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ലോകം, വലിയ ജീവിതം അവിടെയാണ്. ലൗകാനു യഅലമൂൻ, നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന് ശേഷം വരാൻ പോകുന്ന ഒരു പരലോകമുണ്ട്. ആ പരലോകത്തിലെ ഒരു ജീവിതം, അവിടെ ഉണ്ട് ഒരു ചൂട്, അവിടെ ഉണ്ട് നരകം. അതുകൊണ്ടൊരു വിശ്വാസിയുടെ മനസ്സുകളിൽ ഈ ചൂടും ഈ വെയിലും ഈ പുകച്ചിലൊക്കെ കാണാം. ഒരുപക്ഷെ അതൊക്കെ അതിജീവിക്കാനുള്ള വഴികൾ നിങ്ങളുടെ ഈ ദുനിയാവിലുണ്ട്. പലരും എ സിയുടെ ആവശ്യം, പണ്ടൊക്കെ ഒരു വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അത് വലിയ സമ്പന്നതയുടെയും വലിയ ധൂർത്തിൻ്റെയും വലിയ പൈസയുടെ ലക്ഷണമായിരുന്നു. എ സി ഒക്കെ, എയർ കണ്ടീഷൻ ലൈഫ് എന്നൊക്കെ പറയുന്നത്.
വാഹനങ്ങളിലൊക്കെ ഒരു കാലഘട്ടം എ സി ഇല്ലാത്തൊരു വാഹനം ഇല്ല, എ സി ഇടാതെ വണ്ടി ഓടിക്കാൻ കഴിയില്ല അവസ്ഥയിൽ നമ്മുടെ വാഹനങ്ങൾ മാറി. വീടുകളിൽ ഏറെക്കുറെ എല്ലാവരും എ സി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാതെ കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിൽ പോലും വന്നു. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ എ സിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. സമശീതോഷ്ണം സന്തുലിത കാലാവസ്ഥയുടെ പ്രദേശമായിരുന്നു കേരളം എന്ന് പറയുന്നത്. ഒരു ചെറിയ വിരിപ്പ് പുതപ്പ്, ഒരു തോർത്തുമുണ്ട് മതി. ഒരു തോർത്തുമുണ്ട് ഉണ്ടെങ്കിൽ തണുപ്പ് വന്നാൽ കേരളത്തിലെ തണുപ്പ് ഒരു തോർത്തുമുണ്ട് ഇട്ടാൽ മതി, അവസാനിക്കുന്ന തണുപ്പേ കേരളത്തിലുള്ളൂ. ഒരു തോർത്തുമുണ്ട് അത് മേലിൽ പുതച്ചിട്ടാൽ അത് മതി, അത്ര തണുപ്പേ ഇവിടെ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ചൂട് വന്നാൽ ആ തോർത്തുമുണ്ട് വീശിയാൽ, പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വീട്ടില് കാരണവന്മാര്, നമ്മുടെയൊക്കെ വല്യപ്പന്മാര് ഒരു വിശറി ഉണ്ടാവും. നമ്മുടെ പാള അടയ്ക്ക മരത്തിന്റെ ഒക്കെ പാള കീറിയിട്ട് ആ പാള കൊണ്ട് വീശുന്നൊരു വിശറി ഉണ്ടായിരുന്നു. ഒരു വിശറി മതി, അല്ലെങ്കിൽ ഒരു തോർത്തുമുണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് വീശിയാൽ തീരുന്ന ചൂടേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഒരു തോർത്തുമുണ്ട് മതിയായിരുന്നു നമ്മുടെ തണുപ്പിനെ മറികടക്കാൻ. ഒരു തോർത്തുമുണ്ട് മതിയായിരുന്നു നമ്മുടെ ചൂടിനെ ഒന്ന് ആറ്റിക്കളയാൻ, ഒന്ന് വീശിക്കളയാൻ. അത്ര ഉള്ള ഒരു കാലാവസ്ഥയായിരുന്നു കേരളത്തിൻ്റെത്. പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ പോലും ഈ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് എപ്പോഴും ഈ ഭൂമിലോകത്തിനപ്പുറം പരലോകത്തേക്ക് നീളേണ്ടതുണ്ട്. ഈ കാണുന്ന എല്ലാം ഹുവല്ലദീ ജഅല ലൈല വന്നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. ഹുവല്ലദീ ജഅല ലൈല വന്നഹാറ ഖിൽഫ. ഇവിടെ രാവ് ഇങ്ങനെ വന്നു, അതിന്റെ പിന്നെ പകല് വരുന്നു. ഇതൊക്കെ ഈ രാവ് പകല് ഇതൊക്കെ വരുന്നത് അതിലേക്ക് പിന്നിൽ അള്ളാഹുവിന്റെ ചില നടപടിക്രമങ്ങളുണ്ട്. ഹുവല്ലദീ ജഅല ലൈല വന്നഹാറ ഖിൽഫ. രാവിലെയും പകലിനെയും ഒക്കെ ഒന്നിനു പിറകിൽ മറ്റൊന്നായി കൊണ്ടുവരുന്നത് അവനാണ്. എന്തിനാണ്? ലിയദ്ദക്കറു. നിങ്ങൾ അതിൽ നിന്ന് കാര്യങ്ങൾ ചിന്തിച്ച് പഠിക്കണം. ഇതിനൊക്കെ പിന്നിൽ പടച്ച റബ്ബിൻ്റെതാണ് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങ് രാവ് പകൽ എല്ലാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ വൽ ഫുൽകി അല്ലതി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉൻ നാസ് വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ആകാശത്ത് രാത്രി പകല്, അല്ലെങ്കിൽ മേലെ നിന്നും ആകാശത്ത് മഴ പെയ്യുന്നു, ആ മഴ പെയ്തിട്ട് ഇവിടെ സസ്യലതാദികൾ മുളയ്ക്കുന്നത്, കാറ്റിങ്ങനെ അടി ദബ്ബ, ഒരുപാട് ജീവജാലങ്ങൾ, പുൽച്ചാടി, തവള, പാമ്പ്, ഇങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ. ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഇതൊക്കെ നിയന്ത്രണം പടച്ച റബ്ബിന്റെ കയ്യിലാണ്. അതുകൊണ്ട് യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, രാവും പകലൊക്കെ മാറ്റിമറിച്ച് തരുന്നതും അള്ളാഹുവാണ്. അതിനൊക്കെ ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നാം ഈ കാണുന്ന അനുഗ്രഹങ്ങളെ ആസ്വദിക്കുമ്പോഴും ഇവിടെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നടക്കുമ്പോഴും എല്ലാം തന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പടച്ച റബ്ബ് സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. എല്ലാത്തിൻ്റെ പിന്നിൽ അള്ളാഹുവാണ്. ഫസുബ്ഹാനല്ലദീ, അവനാണ് പരിശുദ്ധൻ, അള്ളാഹുവാണ് വിശുദ്ധൻ. അല്ലദീ, അവന്റെ കൈ മലകൂത്തുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലേക്ക് പിന്നിലുള്ള എല്ലാ അധികാരങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് എല്ലാം അവന്റെ തീരുമാനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ചൂട് കാണുമ്പോൾ, ഈ വെയിൽ കാണുമ്പോൾ, വിയർക്കുമ്പോൾ, ഈ വിയർപ്പ്, ഈ ചൂട് ഇവിടെ മാത്രമല്ല, ഇനിയും ലോകത്ത് വരാനുണ്ട്. പ്രത്യേകിച്ചും ആ ലോകത്ത് സ്വർഗനരകം. നമ്മൾ ഈ കഴിഞ്ഞ റമദാനിലൊക്കെ അവസാന കാലഘട്ടത്തിൽ റമദാന്റെ തന്നെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നരക വിമോചനമായിരുന്നു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ. സ്വർഗത്തിൽ അടുത്ത ശേഷം ശരിക്ക് സ്വർഗത്തിൽ കടത്തണേ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്നല്ല, മറിച്ച് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന ഫസ്റ്റ് വൺ. ഒന്നാമത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക, രണ്ടാമതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുക. അത് റമദാന്റെ അവസാനങ്ങളിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചോന്ന് അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. റമദാനിന്റെ ഏറ്റവും വലിയ ഒരു നന്മയായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയും ഇന്ന വലില്ലാഹി ഇത്ഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ.
റമദാനിൽ മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സന്ദർഭം, നരക വിമോചനം. അതുകൊണ്ട് നരക ചിന്ത, ആ നരകത്തെ കുറിച്ച് ഭയം ഓരോ ദിവസവും സുബഹിസ്കാരം കഴിയുമ്പോഴേ, അതുപോലെ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അത്തഹിയ്യാത്ത് കഴിയും ഉടൻ തന്നെ ദുആ ചെയ്യുന്നതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ 10 വട്ടം പറയണം. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ച് ആദ്യം ചെയ്യേണ്ടത് ഈ 10 വട്ടം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദുആയും 7 പ്രാവശ്യം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ എന്ന് പ്രാർത്ഥിക്കുക ചെയ്യണമെന്നാണ്. ആ ദുആ സുബ്ഹിക്ക് തന്നെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോൾ എന്ത് രസാ, കിടന്നുറങ്ങണം മറ്റവന്റെ അവസ്ഥ എന്നാലോചിക്ക്. ഒരാൾ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് ഒരുപക്ഷെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മരണചിന്തയോടുകൂടി എഴുന്നേൽക്കുന്നത് തന്നെ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂത് വഇലൈഹിൻ നുശൂർ. പടച്ച റബ്ബേ, ഞാനിതാ മരണത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു, എനിക്ക് മരിക്കേണ്ടി വന്ന ജീവൻ കിട്ടി. പല ആൾക്കാർ രാവിലെ എഴുന്നേറ്റില്ല, വിളിച്ചപ്പോൾ മുട്ടിയപ്പോൾ എണീറ്റില്ല, മരിച്ചുപോയി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ജീവിത മരണം ഉറക്കം പോലൊരു മരണ. ബിസ്മിക റബ്ബി ബിസ്മിക റബ്ബി വളഅതു ജംബി ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ കമാ തഹ്ഫദു ഇബാദക സ്വാലിഹീൻ. രാത്രിക്ക് കിടക്കുമ്പോൾ ഒളു കൊടുത്ത് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങണം. സിനിമ കണ്ടും പാട്ട് കേട്ടല്ലേ കിടന്നുറങ്ങണ്ടേ. ആ ഉറക്കം ബിസ്മിക റബ്ബി വളഅതു ജംബി അങ്ങനെയൊക്കെ കിടന്ന് എന്ത് ഒരു വിശ്വാസിയുടെ കിടത്ത ഉറക്കം അങ്ങനെയാ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ കിടക്കുകയാണ്, എന്റെ ശരീരം ഞാനത് വെക്കുകയാണ്. പടച്ച റബ്ബേ, എനിക്ക് ഈ കിടത്തത്തിൽ ഈ ഉറക്കത്തിൽ എന്നെ നീ ജീവനോടെ എന്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ, എന്റെ റൂഹിനെ പിടിക്കുകയാണെങ്കിൽ അല്ലാഹുവേ, സജ്ജനങ്ങളായ അടിമകളുടെ റൂഹ് പിടിക്കുന്ന പോലെ എന്റെ റൂഹ് പിടിച്ചോ. എന്നെ മരിപ്പിക്കുന്നില്ല, എനിക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് നടക്കാനും ജീവിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അല്ലാഹു നിന്റെ സാലിഹികളായ അടിമകളെ സംരക്ഷിക്കുന്ന പോലെ എന്നെ സംരക്ഷിക്കണമേ. ഒരു വിശ്വാസി എപ്പോഴും ഒരു മരണചിന്തല, ഉറങ്ങുമ്പോൾ പോലും ഈ കിടത്ത ഒരു മരണക്കിടത്തമാണെങ്കിൽ, ഞാൻ ഈ കിടക്കുന്നത് ഒരു മരണമാണെങ്കിൽ, ഈ മരണം കഴിഞ്ഞ് എഴുന്നേൽക്കുമോ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന ഒരു ഭയത്തോടെ, എന്നൊരു പ്രതീക്ഷയോടെ, എന്നൊരു പ്രാർത്ഥനയോടുകൂടിയ രാത്രി കിടന്നുറങ്ങേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും ആദ്യം നാവിൽ വരേണ്ടത് അൽഹംദുലില്ലാ എന്നതാണ്. സുബ്ഹി നമസ്കാരം കഴിഞ്ഞാലും പ്രാർത്ഥിക്കുന്ന പടച്ച റബ്ബേ, സ്വർഗം ഞാൻ നിന്നോട് ചോദിക്കാൻ, നിന്റെ നരകത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കാൻ. അത് കേൾക്കുമ്പോൾ സ്വർഗം പറയും അല്ലാഹുവേ, ഈ അടിമ എന്നെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അല്ലാഹു അവനെ എനിക്ക് തരണം പടച്ചോനെ. ഒന്നുകൂടി സ്വർഗം പറയൂ അത്രേ. പടച്ച റബ്ബേ, ഈ അടിമ നമസ്കാരം എഴുന്നേറ്റ് ഉടൻ തന്നെ പടച്ചോൻ നിന്നോട് സ്വർഗം ചോദിക്കാൻ, നിന്റെ സ്വർഗം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. പടച്ച റബ്ബേ, നിന്റെ സ്വർഗം ഞാൻ സ്വർഗം ചോദിക്കാൻ കേൾക്കുമ്പോൾ സ്വർഗം പറയും അല്ലാഹുവേ, അവൻ എനിക്ക് തരണം, കാരണം എന്നെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കാൻ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിലേക്ക് എത്രത്തോളം സ്വർഗം വരണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ അങ്ങനെ സ്വർഗത്തെ ചോദിക്കാറുണ്ടോ? സ്വർഗത്തെ തേടാറുണ്ടോ? അതേപോലെ വഅഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനി മിനൻ നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് കാക്കണേ, പടച്ച റബ്ബേ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കണേ എന്നും ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നരകം പറയും, പടച്ചവനെ അവനെ എന്നിന്ന് ഒഴിവാക്കി കൊടുക്കും. അവനെ നരകത്തിൽ നിന്ന് കാത്ത് എന്നിന്ന് ഒഴിവാക്കി കൊടുക്കുന്ന നരകം ശഫാഅത്ത് ചെയ്യും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വർഗം ശഫാഅത്ത് ചെയ്യും, സ്വർഗത്തിന് കിട്ടാൻ. പ്രിയമുള്ളവർ, ധാരാളമായി സ്വർഗത്തെ ചോദിക്കണം, ധാരാളമായി നരകത്തെ കാവൽ ചോദിക്കാം. കാരണം അത്ര ചെറുതല്ല സ്വർഗവും നരകവും. ദുനിയാവല്ലേ, ജീവിതമല്ലേ, മരണം അതപ്പോലെ കാരണം. അത് അപ്പോൾ നോക്കാം. മരണാനന്തരം പരലോകം എന്ന് കേട്ടാൽ അതിനൊക്കെ വളരെ ഒരു പരിഹാസത്തോടെ, അതിനൊക്കെ വളരെ പുച്ഛത്തോടെ കാണുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. ഇപ്പോഴും മനസ്സിനുള്ളിൽ നല്ലൊരു പരലോകബോധം, ഒരു വലിയ ആഖിറത്തിനെ കുറിച്ച് ഉറച്ച ചിന്തയില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. സന്ദേഹവാദികൾ, അങ്ങനെ സ്വർഗമൊക്കെ ഉണ്ട്, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമൊക്കെ ഉണ്ടോ, മരിച്ചു കഴിഞ്ഞാൽ നരകമൊക്കെ ഉണ്ടോ എന്നൊക്കെ സംശയിച്ച് ആ സംശയത്തോട് ജീവിക്കുന്ന കുറെ സന്ദേഹവാദികൾ
ഒരു റേഷണലിസ്റ്റുകൾ, സന്ദേഹവാദികൾ നമുക്കിടയിൽ ധാരാളം ഉണ്ട്. മനസ്സിനകത്ത് നല്ല ഈമാൻ ഉറപ്പുള്ളവന് മാത്രം യഖീൻ, ഈമാൻ യഖീൻ എന്ന അവസ്ഥയിലെത്തുന്നവർക്കാണ് ഈ പരലോകബോധം ഉണ്ടാവുള്ളൂ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. പരലോകത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്ന, അതായത് മരണാനന്തര ജീവിതത്തിൽ നല്ല യഖീൻ വേണം. നല്ല യഖീൻ, അവിടെ യഖീൻ എന്നാ പറയാ, ഇൽമുൽ യഖീൻ. മരിച്ചു കഴിഞ്ഞാൽ ഖബർ കാണുമ്പോൾ തന്നെ ഒരു ഭയം വേണമെന്നാ. ഖബർ കാണുമ്പോൾ തന്നെ ഖബറുകളെ കുറിച്ച് നമ്മൾ എന്താ പറയാറുള്ളത്? അല്ലാഹുമ്മ, നമ്മുടെ സാധാരണ ഈ ദുആ ചെയ്യുമ്പോൾ കേട്ടോ, അല്ലാഹുമ്മ ജിഅൽ ഖുബൂറനാ വ ഖുബൂറ അബാഇനാ വ ഉമ്മഹാത്തിനാ റൗളതൻ മിൻ റിയാദിൽ ജന്ന വലാ തജ്അൽ ഖുബൂറനാ വ ഖുബൂറ അബാഇനാ വ ഉമ്മഹാത്തിനാ ഹുഫ്റതൻ മിൻ ഹുഫറിൻ നീറാൻ. എപ്പോഴും ദുആ ചെയ്യുമ്പോൾ കേട്ടോ, അല്ലാഹുവേ ഖബറുകൾ ഒന്നുകിൽ സ്വർഗത്തിന്റെ ആരാമങ്ങളിൽപ്പെട്ട ഖബറുകൾ, ഖബറിൽ കിടക്കുന്ന ആളുകൾ ഉള്ള് ചിലപ്പോൾ സ്വർഗ്ഗായിരിക്കും, സ്വർഗ ഖബർ, റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ ആരാമങ്ങളിൽ ഒന്നായിരിക്കും ഖബറുകൾ. വേറെ ചില ഖബർ ഹുഫ്റത്തും മിൻ ഹുഫറിൻ നീറാൻ, നരകത്തിന്റെ കുഴിയാണ്. അല്ലാഹു നമ്മുടെയൊക്കെ മാതാപിതാക്കളെ ഖബറുകളെ സ്വർഗ ഖബറാക്കി കൊടുക്കുമാറാകട്ടെ. നരകത്തിന്റെ കുഴി, നരകത്തിന്റെ കുണ്ട്, ഹുഫ്റത്തും മിൻ ഹുഫറിൻ നീറാൻ ആനിസല്ലാഹു വഹ്ശതഹും വനവ്വറല്ലാഹു മഹല്ലതഹും വറഫഅ ദറജതഹും വഖിനാ വഖിഹി മിൻ അദാബിൽ ഖബ്രി വഅദാബിൻ നാർ. ഈ പ്രാർത്ഥനയ്ക്ക് കേൾക്കും. എൻ്റെ അർത്ഥം എന്താ? പടച്ചറബ്ബേ, ഞങ്ങളുടെ ഒന്നും മാതാപിതാക്കൾ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ടവർ അവരുടെ ഖബറുകളൊന്നും അല്ലാഹുവേ നരകത്തിന് കുഴിയാക്കല്ലേ. ഖബർ കാണുമ്പോൾ, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വകാന ഉസ്മാൻ ഇദാ റഅ ഖബ്റ ബക്ക. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ പെട്ടെന്ന് കണ്ണു നിറയുമായിരുന്നു, കരയുമായിരുന്നു, ഖബറിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. ഖബറിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഖബർ കാണുമ്പോൾ, അതുകൊണ്ട് നമ്മൾ ഖബറിങ്ങോട്ട് പോകണം, ഖബർ നോക്കി കാണണം. ഖബറിലേക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഖബറിങ്ങ് പോകണം. ഖബർ കാണുമ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കണം. അസ്സലാമു അലൈക അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഖബർ കാണുമ്പോൾ ഖബർവാസികളെ, ഖബറിൽ കിടക്കുന്ന ആളുകൾ, നമ്മുടെയൊക്കെ വാപ്പ, കൊച്ചപ്പ, മുത്തപ്പ, അയൽപ്പക്കത്തുള്ള ഇവരെല്ലാം ഒരു ഖബറിങ്ങുണ്ടാവും. നമ്മുടെയൊക്കെ നാട്ടിൻപുറം മഹല്ല പള്ളിയിലൊക്കെ ചെന്നാൽ ഖബറിലേക്ക് ഒരു വേള നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചുറ്റുവട്ടത്ത് ജീവിച്ചിരുന്ന ഓരോരുത്തർ ചിന്തിച്ചാൽ അവരെല്ലാവരും അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഖബറുകളിൽ നോക്കുക എന്നത്, ആ ഖബർ ജീവിതത്തെ പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നതൊക്കെ യഥാർത്ഥത്തിൽ വല്ലാത്തൊരു ചിന്തയാണ്. മദീനത്ത് ഖബറുകൾ നോക്കിയിട്ട് മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ആ ഖബറുകൾ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാണും. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ, ഉസ്മാൻ മൽഊൻ, ഒരുപാട് സഹാബിമാർ. അലി ബിൻ അബി ത്വാലിബ് ഏറ്റവും ചെറുപ്പമാണല്ലോ. അതുകൊണ്ട് മുമ്പ് മരിച്ച ഒരുപാട് സഹാബിമാർ, ബദറിൽ പങ്കെടുത്ത, ഉഹദിൽ പങ്കെടുത്ത, ഖന്തക്കിൽ പങ്കെടുത്ത, ഖൈബറിൽ പങ്കെടുത്ത ഒരുപാട് സഹാബിമാർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരുമകനായ അലി ബിൻ അബി ത്വാലിബിന് അറിയാം. അതുകൊണ്ട് അലി ബിൻ അബി ത്വാലിബ് അവരെ ഖബറിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, അല്ലയോ സഹോദരന്മാരെ, നിങ്ങളെ ചോദിക്കട്ടെ, സത്യത്തിൽ എന്താ നിങ്ങളുടെ അവസ്ഥ? എന്താ നിങ്ങളുടെ അവസ്ഥ? വഇന്ന ദിയാറകും ഖദ് സുക്കിനത് വഇന്ന അംവാലകും ഖദ് ഖുസിമത് വഇന്ന അസ്വാജകും ഖദ് സുവ്വിജത്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയ വീടുകൾ, അതൊക്കെ ഇപ്പൊ വേറെ ആരും താമസിക്കുക. നമ്മുടെയൊക്കെ വല്യപ്പ വാപ്പമാർ താമസിച്ച വീട്, ആ പറമ്പിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മുടെ വല്യപ്പ വാപ്പ തന്ന പറമ്പിന്റെ അവസ്ഥ ഇപ്പൊ എന്തല്ല? എന്നാലും ഒരു വേള എല്ലാവരും ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുണ്ടാക്കിയ വീട്, ആ വീട്ടിൽ ഇവിടെ ആരും താമസിക്കുന്നില്ല. ഇപ്പൊ ഉണ്ടെങ്കിൽ ആ വീട് വേറെ ആരും താമസം കൊടുത്ത് ഞങ്ങൾ പുതിയ വീട് പണിതു. നിങ്ങളെ പറമ്പ് അത് വെട്ടിമുറിച്ച് കഷ്ണാക്കി നമ്മുടെ വല്യപ്പന്മാരൊക്കെ തിരിച്ചു വന്നാൽ അവരെ പറമ്പ് വീടൊക്കെ കണ്ടാൽ ഞെട്ടിപ്പോകാൻ, അതൊക്കെ ആകെ മാറിപ്പോയി. നിങ്ങൾ നൽകിയ പറമ്പുകൾ, നിങ്ങൾ താമസിച്ച വീടുകൾ, അതൊക്കെ വീതം വെച്ച്, അതൊക്കെ ആരൊക്കെയോ വിറ്റ് മുറിച്ചും മറച്ചും അവിടെ കഷ്ണിച്ച് അതൊക്കെ വേറെ രൂപത്തിലായി. നിങ്ങളുണ്ടാക്കിയ വീടുകൾ അത് വേറെ ആർക്കോ വാടക കൊടുത്ത് പൊളിഞ്ഞുപോയി. മറ്റാരോ ഇത് വീട്, നിങ്ങളുടെയൊക്കെ ഭാര്യമാർ മരിച്ചുപോയി, അത് വേറെ ആരൊക്കെ കല്യാണം കഴിച്ചു. അവിടെ സമ്പത്ത് അതൊക്കെ വീതം വെച്ചെടുത്തു. എന്താ നിങ്ങൾക്കുള്ളത്? ആകെ വീട്, അതല്ലെങ്കിൽ തങ്ങളുടെ സമ്പാദ്യം, തങ്ങളുടെ വരുമാനം, തങ്ങളുടെ മക്കൾ, ഇതൊക്കെയായിരുന്നല്ലോ പല ആളുകളും ജീവിതം. ജീവിക്കുന്നത് മൊത്തം എന്തിനാ? വലിയ വീടുണ്ടാക്കാൻ. എല്ലാ മക്കള്
പൈസ പൈസ പൈസ, വീടുണ്ടാക്കൽ, കല്യാണം നടത്തൽ, ഇതൊക്കെയായിരുന്നു ആകെ ലക്ഷ്യം. പക്ഷെ ഇതൊന്നുമല്ല. ഇതിന്റെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഉള്ളത്? ഖബറിൽ കിടക്കുമ്പോൾ ഉപകാരപ്പെടുന്ന വീടാണോ? ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാണോ? ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ബിസിനസ് ആണോ? ഇല്ലല്ലോ. ഖബറിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടം എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്ന അർത്ഥവത്തായ ചോദ്യം. ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ അത് ഉണ്ടാകണം. എന്തായാലും സൂചിപ്പിച്ചു വരുന്നത്, ഈ ചൂട് സന്ദർഭങ്ങളിൽ ഈ കഠിനമായി വിയർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാതെ ഒരു പരലോക ചിന്ത ഉണ്ടാകണം. പ്രത്യേകിച്ച് നരകത്തിന്റെ ചൂട്, വലിയ ചൂട് കത്തുമ്പോൾ പോലും റസൂൽ ഇന്ന നാറകമുല്ലത്തി തൂഖിദൂൻ ഫഇന്നഹാ ജുസ്ഉം മിൻ 69 ജുസ്ആ. നിങ്ങൾ ഈ കത്തിക്കുന്ന ചൂടുള്ളൂ. ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ വലിയ ചൂട് ഇങ്ങനെ കാണുമ്പോൾ, അടുപ്പ് കാണുമ്പോൾ, ചൂട് കാണുമ്പോൾ, തീ കാണുമ്പോൾ, ശരിക്കത് കാണുമ്പോൾ നമ്മൾ അറിയാതെ നരകത്തെ കുറിച്ച് ചിന്തിക്കണതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ഈ കത്തിക്കുന്ന തീയുണ്ടല്ലോ, ചൂടുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നരകത്തിന്റെ ചൂടിന്റെ 70 ഭാഗ. ഇതിന്റെ 69 ഇരട്ടി കൂടുതലാണ് നരകത്തിന്റെ തീ. അത് മറക്കരുത്. നമ്മൾ അടുപ്പ് കാണുമ്പോൾ പലപ്പോഴും നരകത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു തന്തൂരി അടുപ്പ് പോലെയാ. തന്തൂരി അടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ശക്തമായി, തന്തൂരി അടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ റൊട്ടി ചുടുന്ന, ഉത്തരേന്ത്യയിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് ഗൾഫിലൊക്കെ പോയാൽ തന്തൂരി പിന്നെ അടുപ്പുകൾ കാണാൻ കഴിയും. വലിയ ചൂടായിരിക്കും. എല്ലാ ഭാഗവും അടച്ചു വെച്ച് പുറത്തേക്ക് ഒരു ഭാഗം മാത്രം തുറന്നു വയ്ക്കും. അത് തന്നെ അടച്ചു വെക്കുന്നതിന്റെ പേരാണ് യഥാർത്ഥത്തിൽ തന്തൂരി അടുപ്പ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ എപ്പോഴും പറയുന്നുണ്ട്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുത്മ വമാ അദ്റാക മൽ ഹുത്മ നാറുല്ലാഹിൽ മുഖദ അല്ലദീ തത്തലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅസ്സദ ഫീ അമദിൻ മുമദ്ദദ. മനുഷ്യന്മാരെ പരിഹസിച്ച് കളിയാക്കി ജീവിക്കുന്ന ആളുകൾ അറിയണം, കുറച്ച് പൈസ ഉണ്ട്, പണം ഉണ്ടെങ്കിൽ എനിക്ക് പൈസ ഉണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് എന്തോ ഉണ്ട് എന്ന പൈസയുടെ പണത്തിന് മേലെ ആരും അഹങ്കരിക്കരുത്. എനിക്ക് പൈസ ഉണ്ട്, എനിക്ക് പണമുണ്ട് എന്ന രീതിയിൽ പൈസ, പണം, കാറും വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതി, അതുകൊണ്ട് എന്നും ജീവിക്കാം എന്നാരും വിചാരിക്കരുത്. നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അങ്ങനെയാ നരകത്തിലേക്ക് ഇങ്ങനെ നരകത്തിലേക്ക് പിടിക്കവനെ ചങ്ങലക്കിട്ട് വലിച്ചടിച്ചു കൊണ്ടുപോ. അങ്ങനെയാ പിടിക്കവനെ ചങ്ങലക്കിട് നരകത്തിലേക്ക് നരകത്തിലേക്കാണ് വലിച്ചെറിയുമ്പോൾ നിങ്ങൾ നരകത്തിൽ ചെന്ന് ചാടും. ആ നരകത്തിന്റെ ചൂട് തീയുണ്ടല്ലോ, എന്തിനതൊക്കെ ഈ കൊച്ചു സൂറത്തുകൾ ഇത് തന്നെ പറയണത്? നിങ്ങൾ ഈ കൊച്ചു സൂറത്തുകളിൽ ഇത് തന്നെ അധികം ചർച്ച. അത് പറയാൻ കാരണം അത്ര വലുതാണ് നരക ജീവിതം. നരകത്തിൽ പോകരുത്, നരകത്തെ ഭയപ്പെടണം, നരകത്തെ ഓർത്ത് ജീവിക്കണം. എൻ്റെ മരിച്ചു ഞാൻ നരകത്തിലേക്ക് പോകുമോ സ്വർഗത്തിലേക്ക് പോകുമോ എന്ന് ചിന്തിക്കണം. എല്ലാവരും ഒരു വേള ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ മരിച്ചു, നിങ്ങൾ മരിച്ചു, ഞാൻ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകുമോ എന്ന് ചിന്തിക്കാറുണ്ടോ നിങ്ങൾ? ജീവിതത്തിൽ അങ്ങനെ ഒരു നരക ഓർത്ത് ചിന്തിച്ചിട്ട് കണ്ണ് നിറയാറുണ്ടോ? ശരിക്ക് പ്രാർത്ഥിച്ചിട്ട് കണ്ണ് നിറയണോന്നാ, ഭയപ്പെടണോന്നാ. പടച്ചറബ്ബേ, ഞാനെങ്ങാനും മരിച്ച് പോയിട്ട് ഈമാനില്ലാതെ മരിച്ച് അങ്ങനെ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ സൂര്യൻ ഇപ്പൊ എത്രയോ മേലെ, എത്രയോ കിലോമീറ്റർ മൈലുകൾക്ക് അപ്പുറത്തുള്ള സൂര്യന്റെ ചൂടാണ് സഹിക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ വന്ന് ഇപ്പൊ പള്ളിയിലേക്ക് AC ആക്കി ഒരു സൗകര്യത്തിൽ നമ്മളൊക്കെ ഉള്ളത്. ആ സൂര്യൻ ഒരു സൂര്യൻ ഒരു ചാണകല ഇങ്ങനെ വന്ന് നിൽക്കുന്ന രംഗാലോചിച്ച് നോക്കി. ആ സൂര്യന്റെ ആ അടുത്ത് വന്നിട്ട് അത് ചുട്ടുപൊള്ളിയിട്ട് മനുഷ്യൻ വസ്ത്രം പോലും ധരിക്കാതെ വിയർത്തൊലിച്ചു നിൽക്കുന്ന മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടും.
എല്ലാവരും ഒരുമിച്ച് കൂടും. ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ഒരുമിച്ച് കൂടൽ ഈ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ അറഫയിലൊക്കെ നിൽക്കുമ്പോൾ അറഫയുടെയൊക്കെ പ്രത്യേകത ഒരു കൊച്ചു മഹ്ശറയാണ്. ഹജ്ജ് എന്ന് പറയുന്നത് ചെറിയൊരു പരലോക, ഇഹലോക അല്ലത്, ഒരു പരലോക. ഇഹലോക ചിന്തയിൽ നിന്നും പരലോകത്തേക്ക് പോകുന്നതിനെ ഹജ്ജ് എന്ന് പറയും. എല്ലാവരും ഹജ്ജിനെ കുറിച്ച് ആലോചിക്കണം കേട്ടോ. ശരിക്കും ഇപ്പം അതും കൂടി പറയേണ്ട സമയമാണ്. ഹജ്ജിന് പോകണം. എന്തേ ഹജ്ജിന് പോകാത്ത? പൈസയും പണം ഉണ്ടെങ്കിൽ ഹജ്ജിന് പോകാത്തവരുണ്ടോ? നിങ്ങൾ എന്തേ പോകാത്ത? ഹജ്ജിന് പോകണം. ഹജ്ജിന് പോയി നിങ്ങൾ മുസ്ലിം അല്ല. ഹജ്ജ് നിർബന്ധമാണ്, സുന്നത്തല്ല. സുന്നത്തല്ലത്, വേണമെങ്കിൽ നിർവഹിക്കും. ഹജ്ജ് നിർബന്ധമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 7 ലക്ഷം രൂപയൊക്കെ 8 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹജ്ജിന് പോകണം. ഹജ്ജിന് പോയിട്ട് ജീവിച്ചാൽ മതി. ഹജ്ജ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഹജ്ജ് നരകത്തിൽ നിങ്ങളെ കാത്തു രക്ഷിക്കും. അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, ആരോഗ്യം ഉണ്ടെങ്കിൽ ഹജ്ജിന് പോയിക്കോ. ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയും വാപ്പാടെ ഹജ്ജ് ചെയ്യാൻ പോവാ, ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യും. ഉമ്മാക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല, വാപ്പാക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല. ഈ അവസ്ഥയൊന്നും ഉണ്ടാവരുത്. നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ഹജ്ജ് ചെയ്യേണ്ട അവസ്ഥ വരരുത്. ആർക്ക് വേണ്ടിയാ നീട്ടിവെക്കുന്നത്? എന്തിനു വേണ്ടിയാ മാറ്റിവെക്കുന്നത്? ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഉള്ള ആളുകൾ എത്രയോ സദസ്സിലുണ്ട്. എല്ലാം ഒരു ബാങ്ക് ബാലൻസ് കഴിഞ്ഞ് 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇണകളൊക്കെ ഹജ്ജ് ചെയ്യുക. അത് സ്വർഗത്തിലേക്ക് പോകാനൊരു വഴിയാണ്. ഹജ്ജിന് പോകുന്നവർ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരാം. അതിനുവേണ്ടി ഹജ്ജ് യാത്ര. ഞാൻ പറയുന്നത് ജീവിതത്തിൽ അറഫ എന്നൊക്കെ പറഞ്ഞ മഹ്ശറയാണ്. ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, സൂര്യൻ ഉരിച്ചാണ് അകലെ വന്നിരിക്കുന്ന ആ സന്ദർഭം. മനുഷ്യൻ ആ വിയർപ്പ് കൊണ്ട് ചില ആളുകൾ വിയർത്തിട്ട് ആ വിയർപ്പ് വന്നിട്ട് അവരെ കണങ്കാല് വരെ എത്തും. കണങ്കാല് വരെ അത്രത്തോളം വിയർക്കും. നമ്മുടെയൊക്കെ വിയർപ്പ് ഇങ്ങനെ പോയിട്ടുള്ളൂ. കണങ്കാല് വരെ വിയർപ്പ് വന്ന് നിൽക്കുന്ന ഒരു ചില ആളുകളുടെ വിയർപ്പുകൾ അവിടെ മുട്ടുകാല് വരെ വിയർപ്പ് കൊണ്ട് എത്തുന്ന ആളുകൾ. ചില ആളുകൾക്ക് അവരുടെ അരഭാഗം വരെ വിയർപ്പ് കൊണ്ട് പോകും. ചില ആളുകളെ കുതിരയുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ മുഖത്ത് യഥാർത്ഥത്തിൽ എന്താ പറയാ മൂക്ക് കയറിടുന്നത് പോലെ വിയർപ്പ് കൊണ്ടുള്ള മൂക്ക് കയറ് വന്നിട്ട് ആ വിയർപ്പിന്റെ മൂക്ക് കയറിൽ വിയർപ്പിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരു ജീവിതം. അങ്ങനത്തെ ജീവിതം ഉണ്ട് പരലോകത്ത്. പക്ഷെ വഴലൊക്കെ കേട്ട് പ്രസംഗം കേട്ട് പരലോക പ്രസംഗം കേട്ട് അങ്ങനെ ഒന്ന് കേട്ടിരിക്കല്ലേ. ഇത് ഖുർആന്റെ പ്രയോഗങ്ങളാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗങ്ങളാണ്. എന്തായാലും ജീവിതത്തിൽ ഈ ചൂട് കാണുമ്പോൾ, ഈ വെയിൽ കാണുമ്പോൾ, ഈ വിയർപ്പുണ്ടാകുമ്പോൾ, വെയിലാണ് ചൂടാണെന്ന് പറയുമ്പോൾ ഉടൻ മറ്റൊരു വിയർപ്പിനെ പറ്റി ആലോചിക്കണം, മറ്റൊരു ചൂടിനെ പറ്റി ആലോചിക്കണം. നരകത്തിന്റെ ചൂട്, നരകത്തിന്റെ ചൂട്. നാളെ നരകത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നരകമെന്ന് പറഞ്ഞാൽ തന്നെ തീയാണ്. നരകമെന്ന് പറഞ്ഞാൽ ചൂടാണ്. അത് കത്തിക്കാളുന്ന ചൂടാണ്, അത് കത്തിയാളുന്ന വെള്ളമാണ്. പുക, കരിമ്പുക നിങ്ങളുടെ മൂക്കിലേക്ക് വരുന്നതിന്റെ പേരാണ് കരിമ്പുക. അത് നിങ്ങളെ മൂടുന്നതിന്റെ പേരാണ് നരകം. ഒരു തണുപ്പുണ്ടാവൂല, ഒരു AC ഉണ്ടാവൂല. അവരെ എന്തുകൊണ്ടറിയാം? ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ആർഭാടപൂർവ്വം ജീവിക്കണം. അതാണ്, ആർഭാടത്തോടെ ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതാണ് നരകത്തിൽ പോകാനുള്ള കാരണം. അവർ ഈ ഭൂമി ലോകത്ത് ആഡംബരമായി ജീവിക്കുന്നവരായിരുന്നു. വലിയ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവർ മദ്യപിക്കും, അവർ പലിശയിൽ ഏർപ്പെടും, കള്ളക്കച്ചവടം ചെയ്യും. അവർക്കിപ്പോ പൈസ ഉണ്ടാവണം, അവർക്കിപ്പോ സുഖിച്ച് ജീവിക്കണം, അശ്ലീലതകൾ കണ്ടുകൊണ്ടിരിക്കും, അവർക്ക് ഇങ്ങനെ ആസ്വദിക്കണം. ജീവിതത്തിൽ ഹറാമിൽ അഭിരമിച്ചവർ ഞങ്ങൾ മരിച്ചാൽ പുനർജീവിക്കോ? മണ്ണായി പോയാൽ ഖബർ ആവോ എന്ന് ചോദിക്കാം.
ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം ثم إنكم أيها الضالون المكذبون فمالئون منها البطون فشاربون عليه من الحميم. സൂറത്തുൽ വാഖിയ. എന്തിനാ ഈ വാഖിയ ഓതാൻ പറയുന്നത്? ഈ ആയത്ത് കേട്ടതാൽ പേടിയാവും. നിങ്ങളിൽ എല്ലാവരും ആദ്യം മരിച്ചവരും ഇപ്പം മരിക്കും എല്ലാവരും പരലോകത്ത് വരും. നിങ്ങൾ സക്കൂമിൻ്റെ മരം തിന്നേണ്ടി വരും. നിങ്ങളുടെ വയറ്റിലേക്ക് ഈ വിഷം തിന്നേണ്ടി വരും. നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുടിക്കേണ്ടി വരും. അള്ളാഹു ഭീഷണിപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈമാനുള്ള ജീവിതവും ഈമാനെ മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ